ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഡങ്കറി ഡ്രസ്സ് വലിയവർക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് മെറ്റീരിയലാണ്. മെഷർമെൻറ്റ് നോക്കാം. ചെസ്റ്റ് വരുന്നത് 13.5 അതിൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ചെസ്റ്റ് 31, അതിൻ്റെ കൂടെ 2 കൂട്ടി അപ്പം 33 കിട്ടും നമുക്ക്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. വേസ്റ്റും അതേപോലെ 2 കൂട്ടി 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഹിപ്പും അത് തന്നെ. ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 42. ഫ്രണ്ട് നെക്ക് 6.5, ബാക്ക് നെക്ക് 6. നമ്മൾ വള്ളി കൊടുക്കുന്നത് 14 കേട്ടോ. അത് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച്. ഫുൾ ലെങ്ത്ത് 42. തയ്യൽ തുമ്പൂടെ കൂട്ടി നമ്മൾ 44 എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഒക്കെ ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 മീറ്റർ എടുക്കുക. മെയിൻ ക്ലോത്തും 2 മീറ്റർ മതിയാവും, 2-2.25 മീറ്റർ മതിയാവും. ഇതേപോലെ ലൈനിങ്ങിനെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.25 എടുത്തേക്കുന്നത്. 6.25. അവിടുന്ന് താഴോട്ട് ഞാൻ 6.5 കൊടുക്കുന്നുണ്ട്. 6.5, 7 കൊടുക്കാം കേട്ടോ. 7 ഇപ്പം ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ടൈറ്റായി ഇരിക്കാൻ പാടില്ല. പിന്നെ ചെസ്റ്റ് കൊടുക്കുന്നത് 8.25 തയ്യൽ തുമ്പ്. അപ്പോൾ ഇച്ചിരി നമ്മൾ ഉള്ളിൽ ഞാനിപ്പോൾ ടീഷർട്ട് വെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അല്പം ലൂസായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. വേസ്റ്റ് വരുന്നത് 7.5 തയ്യൽ തുമ്പ്. അതേപോലെ ഹിപ്പ് ഞാൻ കൊടുക്കുന്നത് 18 19 കൊടുക്കാം കേട്ടോ. അവിടെ 8.25 തയ്യൽ തുമ്പ്. അവിടുന്ന് താഴോട്ട് നമുക്ക് ലെങ്ത്ത് വേണ്ടത് 42 2 ഇഞ്ച് കുറച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ വീതി കിട്ടുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടുന്ന് താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ആം ഹോൾ 1 ഇഞ്ച് കേവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇതാ പിന്നെ മെയിൻ ക്ലോത്ത് എടുത്തു. മെയിൻ ക്ലോത്തിനെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തേക്കുവാണേ. ഇതേപോലെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. മെയിൻ ക്ലോത്ത് എൻ്റെ കയ്യിലുള്ളൊരു എന്താ പറയുക, പഴയ അമ്മയുടെ നൈറ്റിയായിരുന്നു കേട്ടോ. അത് വലുതായ കാരണം അമ്മ ഇടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ വീതി ഞാൻ കൊടുക്കുന്നത് 18 കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് 1 ഇഞ്ച്. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ A ലൈൻ മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് 3.5 വീതി, താഴോട്ട് 6.5 ഇറക്കം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 3.5 ഇറക്കം മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് ഇതേപോലെ വി വരച്ചു കൊടുത്തു. പിന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് 1 ഇഞ്ചിൽ ഇതേപോലെ അടുത്തൊരു ആം ഹോള് അവിടുന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റിയ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതേ ഉള്ള ഇതിൻ്റെ നെക്ക്. ആകെ ഇച്ചിരി പാട് ഈ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെതാ 12 വീതിയും 12 ഇറക്കവും 2.5 വീതിയുള്ള ഇതേപോലൊരു പീസ് എടുത്ത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ചിട്ട് തിരിച്ചെടുക്കുവാണ്. ഇതേ രീതിയിലുള്ള 4 പീസ് നമുക്ക് വേണം കേട്ടോ. പിന്നെ ഒന്ന് തിരിച്ചിട്ടെടുക്കുവാണ്. ഇതേപോലെ 4 പീസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ, നല്ല ഭാഗം മുകളിൽ വരണം. പിന്നെ ലൈനിങ് ഞാനിതിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാഞ്ഞത് കാരണം ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്. നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ മാനേജ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഈസി ഉണ്ട്. ഇതേപോലെ പിന്നൊക്കെ കുത്തി കൊടുത്ത് സെക്യൂർ ചെയ്തിട്ട് ഈ വശത്താണ് നമ്മുടെ ആ വള്ളി വെക്കേണ്ടത്, ഉള്ളിലേക്ക്. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അവിടെ വരുമ്പോൾ ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ അകത്ത് നമ്മുടെ ആ വള്ളി വരുന്ന രീതിയിൽ
അവിടെ ലോക്ക് ഇടണം കേട്ടോ. ഒരു 2 ലോക്ക് ഇട്ട് കൊടുത്താൽ അത് സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ 2 വട്ടം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേന് ആ വള്ളി ഊരി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ആ വി ഒക്കെ കിട്ടണം കേട്ടോ നെക്കിൻ്റെ അവിടുത്തെ, എന്നാലേ ഭംഗി കിട്ടുള്ളൂ. ഇതേ രീതിയിൽ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ വള്ളി വെക്കേണ്ട ഭാഗം വരുമ്പോൾ നിർത്തി ഇതേ രീതിയിൽ ഉള്ളിലേക്ക് വള്ളി വെച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇതിനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്, ലൈനിങ്ങിലും ഒന്നും ചെയ്യില്ലേ. ഇനി നമുക്ക് ചെറിയ സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനെ നമുക്ക് തിരിച്ച് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് ഒന്നെങ്കിൽ നമുക്കിത് അയൺ ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം, മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട്. അപ്പോൾ അതവിടെ പെർഫെക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം, സ്റ്റിച്ച് ചെയ്താലാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം 2 വട്ടം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ 2 സൈഡും ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. ഇതേ രീതിയിൽ 2 സൈഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് 8.5 വേസ്റ്റ് ഞാൻ കൊടുക്കുന്നത് 13ലാണ് കേട്ടോ. 13ലോ 12ലോ കൊടുക്കാം. അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്ത് ഹിപ്പ് 18ലാണ് ഞാൻ കൊടുക്കുന്നത്, 19ലും കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തും താഴ്ഭാഗത്തേക്ക് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് വള്ളിയുടെ സെറ്റ് ചെയ്യണം കേട്ടോ. വള്ളി വേണ്ടവർക്ക് വള്ളി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വള്ളി കൊടുക്കുന്നത് 14ലാണ്. 25 ഇറക്കവും 1.5 വീതിയുള്ളൊരു തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് അത്രയും തുണി കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ആദ്യം ഒന്ന് ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. 2 വള്ളി പിന്നീട് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വള്ളി എവിടെയാണോ വരേണ്ടത് ആ ഭാഗത്ത് ഇതേ രീതിയിൽ തുണിയുടെ ഉൾവശത്ത് വള്ളി വെച്ചിട്ട് താഴോട്ട് നമുക്ക് നമ്മൾ വരച്ചെടുത്ത ഷേപ്പിനെ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര സ്റ്റിച്ചാണോ വേണ്ടത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ തുണിയുടെ അടിഭാഗം മടക്കി അടിക്കുന്നതിന് മുന്നായിട്ട് രണ്ട് സൈഡും സെയിം ആണോ ലെങ്ത്ത് എന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ ലെങ്ത്ത് കുറയാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് 2 കേട്ടോ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതും അടിഭാഗം മടക്കി അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഐറ്റം റെഡിയാണ്. ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ആ വള്ളിയുടെ താഴ്വശത്ത് കുഞ്ചെല്ലാം വെക്കേണ്ടവർക്ക് വെക്കാം, വെക്കേണ്ടാത്തവർക്ക് വെക്കണ്ട.
അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.